സുഹൃത്തുക്കളെ, ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട്ടിലാണ്, തിരുനെല്ലിയിലാണ് കേട്ടോ. വയനാട് തിരുനെല്ലിയിലെ ഏറ്റവും പുതിയൊരു റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു പ്രീമിയം റിസോർട്ടാണ്. ആ റിസോർട്ടിലേക്ക് പോകുന്ന അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. കാളിന്തി നദിയാണ് ഈ ഒഴുകി പോകുന്നത്. ഇങ്ങനെ തിരുനെല്ലി ഫോറസ്റ്റിൽ ഇങ്ങനെ തലോടി അങ്ങനെ പോകുന്ന കാളിന്തി നദിയാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ക്ലോവർ റിസോർട്ട് ആൻഡ് സ്പാ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രീമിയം റിസോർട്ടാണ്, കുറച്ചൊരു ഹെവി സാധനമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നടപ്പാലുണ്ട്. കണ്ടോ, എന്താ വ്യൂ അല്ലേ, സൂപ്പർ വ്യൂ ആണ്. ഇതാ കാളിന്തി നദിയാണ് ഈ ഒഴുകുന്നത്. ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ശൗര്യത്തിലാണ് കാളിന്തി നദി ഒഴുകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് റിസോർട്ടിനുള്ളിൽ കയറിയിട്ട് റൂം ഫെസിലിറ്റീസ്, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റി ഉള്ളതൊക്കെ നമുക്ക് പറയാം. വാ കയറാം. അപ്പോൾ അതെ, ഈ ഒരു ഗേറ്റ് അങ്ങോട്ട് കയറിയിട്ട് ഏകദേശം നമുക്കൊരു 1500 മീറ്റർ ഈ ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഇതാ കയറി പോകുന്ന സൈഡിലൊക്കെ കണ്ടോ നിങ്ങൾ, ഇവിടെ ഇങ്ങനെ സ്ട്രീം ഒഴുകുന്നുണ്ട്. ഇതിങ്ങനെ പോയിട്ട് നേരെ കാളിന്തി പുഴയിലേക്ക് ചേരുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ കയറിയിട്ട് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് റിസപ്ഷൻ ഏരിയ വരുന്നത്. ചെറിയൊരു റിസപ്ഷൻ ഏരിയയാണ്. റിസപ്ഷൻ ഏരിയ തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതാ റെസ്റ്റോറൻറ്റ്, ഒരു 10-50 പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് ചേർന്ന് അപ്പുറത്ത് തന്നെ ഫോറസ്റ്റാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ, ക്ലോവർ റിസോർട്ടിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിന്നർ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകൾ പരിചയപ്പെടാം. റൂമിലേക്ക് പോകാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടുത്തെ കോട്ടേജ് റൂമുകളാണ്. കാളിന്തി കോട്ടേജ് റൂം എന്നാണ് ഈ കാറ്റഗറി റൂമുകൾക്ക് പറയാം. ഇങ്ങനെയുള്ള ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു 4 കോട്ടേജുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ഈ ഒരു കോട്ടേജിലാണ്. ഈ കോട്ടേജിൽ കയറിയിട്ട് ഇതിനുള്ളിലുള്ള ഫെസിലിറ്റിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാളിന്തി പുഴയുടെ തീരത്തുള്ള, അതിന് തൊട്ട് അടുത്തുള്ള റൂമാണ് ഇത്. കാളിന്തി കോട്ടേജ് എന്നാണ് ഈ ഒരു കാറ്റഗറി റൂമിന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൂമാണ്. ഇതിൻ്റെ ചുമരൊക്കെ കംപ്ലീറ്റ് മഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ AC ഫിറ്റ് ചെയ്തിട്ടില്ല. ACൻ്റെ ആവശ്യമില്ല. ആ നാച്ചുറൽ ഫീല് നമുക്ക് ഇതിനുള്ളിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ ടോപ്പൊക്കെ കംപ്ലീറ്റ് ബാമ്പൂലാണ് ചെയ്തിട്ടുള്ളത്. ബെഡ് നല്ല വിശാലമായിട്ടുള്ള, നല്ല വലുപ്പമുള്ള ഒരു ഡബിൾ ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമായ റൂം തന്നെയാണ് കാളിന്തി ഈ കോട്ടേജ്. ഒരിക്കലും നമുക്കൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല. നല്ല വലുപ്പമുള്ള റൂമാണ്. ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു നമ്മളെല്ലാ പ്രോപ്പർട്ടിയിലും കാണുന്നത് പോലെ തന്നെ ഒരു നമുക്ക് വർക്ക് അറ്റ് ഹോം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂമിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വലിയൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയൊരു മിററും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, വാഷ്റൂമും ബാത്റൂമും വേറെ തന്നെയാണ്. ബാത്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. പിന്നെ അതെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ള ഒരു ഏരിയയാണ് ഇവിടെ. പിന്നെ അതെ, നമ്മൾ റൂമിൽ നിന്ന് ഈ ഒരു കർട്ടൻ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെറിയൊരു ബാൽക്കണി പോലുള്ള സെറ്റപ്പാണ്. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ കണ്ടോ, ഫോറസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് നമുക്ക് ഫോറസ്റ്റിനെ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതാ മുളങ്കാടുകൾ, അപ്പുറത്ത് നമ്മൾ കാളിന്തി നദിയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാളിന്തി കോട്ടേജ് കണ്ടു. സൂപ്പറല്ലേ കോട്ടേജൊക്കെ, നല്ല അടിപൊളി ഫെസിലിറ്റിയുള്ള കോട്ടേജാണ്. ഇനി നമുക്കിത് ഇവിടെ വേറെ സാധനം കേട്ടോ. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ല ശബ്ദം കേൾക്കാം നമുക്ക്. കാളിന്തി ഇങ്ങനെ ഒഴുകുന്ന ആ ശബ്ദം വല്ലാത്തൊരു ഫീലാണ്. ഇതാ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുക. ഒരു മരപ്പാലാണ്, ഒരു ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത്. വാവ്, സൂപ്പർ വ്യൂ അല്ലേ. വയനാട് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന കാളിന്തി നദിയാണ് ഈ ഒഴുകി പോകുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അടുത്ത് കൂടി തന്നെ ഒഴുകി പോകുന്നത്. നമ്മൾ എൻട്രൻസിൽ കണ്ടില്ലേ, എൻട്രൻസിൽ ഇതിലേറെ മനോഹരം, വിശാലമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും.
ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര ശബ്ദമാണ്, കാടിൻ്റെ ശബ്ദം. നമുക്കിങ്ങനെ സൂക്ഷ്മമായിട്ട് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നല്ല ചെവി കൂർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ കാട്ടുന്ന മൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അടുത്തൊരു കാറ്റഗറി റൂമാണ് ഇത്, കോട്ടേജ് റൂം. ഇത് ഒരു അപ്പാർട്ട്മെൻറ്റ് രീതിയിലുള്ള ഒരു വില്ലയാണ്. ഇതിൽ 10-12 റൂമും മറ്റപ്പുറത്ത് വേറൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ 10 റൂമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് രീതിയിലുള്ള റൂമുകളാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയറാം. നല്ല ഫെസിലിറ്റിയുള്ള റൂം തന്നെയാണ്. കാളിന്തി വില്ലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അതിലുള്ള അതേ ഫെസിലിറ്റി തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. പക്ഷേ സിംഗിൾ കോട്ടേജ് അല്ല എന്നുള്ള ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പൂൾ വ്യൂ, ഗാർഡൻ വ്യൂ എന്നാണ് ഈ റൂമിന് പറയുന്ന പേര്. ഇതിലിങ്ങനെ താഴെ കുറച്ച് റൂമും അതുപോലെ തന്നെ മുകളിൽ കുറച്ച് റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൂൾ വ്യൂ ഗാർഡൻ റൂമിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ കയറുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഇവിടെ ഒരു വാഷ് ബേസിന്, ഷെൽഫ്, പിന്നെ ഈ ഒരു കോർണറിലാണ് ഇവിടുത്തെ വാഷ്റൂമും ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടും സെപ്പറേറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് റൂമിലേക്ക് നമുക്ക് ബെഡിൻ്റെ സ്പേസിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഉണ്ടോ, നല്ല വിശാലമായിട്ടുള്ള ബെഡ്. പിന്നെ ഇത് ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ മഡിലാണ് കേട്ടോ. ഇതിൻ്റെ വോളുകളൊക്കെ മഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കട്ടണം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ നേരെ പൂളിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലുള്ള റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. മുകളിലുള്ള റൂമിൽ കുറച്ചും കൂടി വ്യൂ കൂടും, ഒരു ബാൽക്കണിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വ്യൂ അതിന് കിട്ടുന്നുണ്ട്. മുകളിലുള്ള റൂം താഴെയുള്ള അതേ ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതിൻ്റെക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് ഒരു ലിവിങ് സ്പേസ്, സോഫ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡൊക്കെ അതേ സ്പേസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റൂഫ് ബാമ്പൂലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, തണുപ്പ് എപ്പോഴും ഉണ്ടാവും. പിന്നെ വോളൊക്കെ മഡിൽ തന്നെയാണ്. പിന്നെ ഇത് ഇവിടെ നമുക്കിങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാൽക്കണി വ്യൂ, നല്ല ബാൽക്കണി വ്യൂ കിട്ടും. നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ബാക്കിൽ കണ്ടോ, ഇവിടെയും ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഫോറസ്റ്റ് റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടിൻ്റെ ബാക്കിലൂടെ പോകുന്ന ഇങ്ങനെ ഫോറസ്റ്റ് റോഡാണ്. ഉള്ളിലേക്ക് അങ്ങനെ കയറിപ്പോവാം. പക്ഷിപ്പാതാളം അങ്ങനെ അങ്ങോട്ടുള്ള റോഡാണ്. പക്ഷേ ഇവിടെ കടത്തി വിടൂല. ഇത് അലോഡല്ല, ഈ റൂട്ടിലൂടെയുള്ള യാത്ര അലോഡല്ല. പിന്നെ ഇത് നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ സൈക്ലിങ്. നമുക്ക് ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പുറത്തൊക്കെ ജസ്റ്റ് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ആ എൻട്രൻസ് വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചില്ലാക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, അവിടെ സൈക്കിളായിട്ടൊന്ന് പോയി നോക്കുക എന്താണ് അവസ്ഥ നോക്കാമല്ലോ. കാരണം ഈ നാച്ചുറൽ ഫീലിൽ നമുക്ക് ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ ഇങ്ങനെ സൈക്കിളും കൊണ്ടുള്ള ഒരു യാത്ര അടിപൊളിയായിരിക്കും. ഇത് അങ്ങോട്ട് നമ്മൾ കാണുന്ന ആ മലനിരകളൊക്കെ നരി നിരങ്ങി എന്നാണ് ഇവിടുത്തുകാർ ഈ മലക്ക് പറയുന്നത്. നരി നിരങ്ങിയ സ്ഥലം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതെ ഇവിടെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ക്ലൗഡൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന സ്ഥലം കാണുന്നതാണ് ബ്രഹ്മഗിരി ഹിൽസ്. ട്രക്കിംഗ് ഒക്കെ ഉള്ള സ്പോട്ടാണ്. അതുപോലെ തന്നെ പക്ഷിപ്പാതാളം അങ്ങോട്ടുള്ള വഴിയാണത്. വാവ്, സൂപ്പർ മോർണിംഗ് വ്യൂ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള്. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇൻഫിനിറ്റി പൂളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൂൾ തന്നെയാണ് ക്ലോവിൽ കൊടുത്തിട്ടുള്ളത്. ക്ലോവ് റിസോർട്ടിലെ ഫെസിലിറ്റീസൊക്കെ പറഞ്ഞു, റൂം പറഞ്ഞു, പൂള് പറഞ്ഞു, ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇൻഡോർ ഗെയിംസ് അതുപോലെ തന്നെ സ്പാ അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ കൂടി ഒരു റീസെൻ്റായിട്ട് ഒരു മാസം കൊണ്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരും. സ്പാ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അവർ. പിന്നെ ഗെയിം റൂം നമ്മൾ കയറി വരുന്നതിൻ്റെ ആ പാർക്കിംഗ് ഏരിയയുടെ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ ഒരു ക്യാമ്പ് ഫയർ മറ്റ് സൗകര്യങ്ങളൊക്കെ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഔട്ട്ഡോർ ആയിട്ട് ഇവർ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സഫാരി, ഫോറസ്റ്റ് സഫാരി, അതുപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മഗിരി ട്രക്കിങ്, പക്ഷിപ്പാതാളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. വേറെ എവിടേക്കും ഫോറസ്റ്റ് പോകണ്ടല്ലോ നമുക്ക്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ ശബ്ദവും ഇവിടുത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഫീൽ. ഇവിടെ വന്ന് നിന്ന് താമസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സൂപ്പറാണ്, സൂപ്പർ ഫീലാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ക്ലോ റിസോർട്ടിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വയനാട് തിരുനെല്ലി ഫോറസ്റ്റ് റൈഡൊക്കെ ഇങ്ങനെ നടത്തി ആ കാട്ടിലൂടെ വരുമ്പോഴുള്ള ഫീൽ വേറെ ആണല്ലോ. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും, മാനും ആനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന തിരുനെല്ലി ഫോറസ്റ്റിലൂടെ ഇങ്ങനെ വന്നിട്ട് തിരുനെല്ലി ടെമ്പിൾ കഴിഞ്ഞിട്ട് ക്ലോ റിസോർട്ടിലെത്താം. കുറച്ച് പ്രീമിയം റിസോർട്ടാണ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കുറച്ച് പ്രീമിയം റിസോർട്ടാണ്. അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. പോലും നമുക്ക് നല്ല രീതിയിലുള്ള ആംബിയൻസിൽ, നല്ല രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റിയിൽ, നല്ല രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ച് ഇവിടെ താമസിക്കാം. നമ്മൾ കൊടുക്കുന്ന തുകക്കുള്ള സംഗതികൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഫാമിലിയും കൊണ്ട് താമസിക്കാൻ വരുന്ന സ്ഥലം ഒരു നല്ല ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലോ റിസോർട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്, ബുക്ക് ചെയ്യാവുന്നതാണ്, ഒരു സംശയമില്ല. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആയാലും ഫുഡായാലും പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആയാലും എല്ലാം കൊണ്ടും സൂപ്പർ പ്രോപ്പർട്ടിയാണ് ക്ലോ റിസോർട്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇതിൻ്റെ ബുക്കിംഗ് മറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രാവൽ ഡോട്ട്സ് വെക്കേഷൻ പ്ലാനർ വഴി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ടൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഈ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങട്ടെ. ബൈ.